പുഴുങ്ങിയ നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്കൊരു 2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ശർക്കര പൊടിച്ചതും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പോളം വരുന്ന അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ കുറച്ച് പഴുപ്പ് കുറവാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം, ഉഴുന്ന് വടക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് 2 വശവും മുരിഞ്ഞു വന്ന ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം.